നമ്മുടെ ഗവൺമെൻറ് പ്രോസസ്സ് എത്രത്തോളം സ്ലോ ആണല്ലേ. എന്താ കാര്യം വെച്ചാൽ 1916 വിളിച്ചിട്ട് നമ്മളൊരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതുവരെ ആ പ്രശ്നം പരിഹരിച്ചിട്ടില്ല. വെള്ളം ഇപ്പോഴും ലീക്ക് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു മാസമായി, അതായത് കഴിഞ്ഞ മാസം 10-ാം തീയതിയാണ് നമ്മൾ കംപ്ലയിൻറ്റ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി 1916 എന്ന് നമുക്കൊരു മെയിൽ വന്നിട്ടുണ്ട്. ആ മെയിൽ ഞാനിവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ വെള്ളം ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ മാസം വാടക കൊടുക്കേണ്ടതുണ്ട്. പക്ഷേ വാട്ടർ അതോറിറ്റിയിൽ നിന്ന് മിസ്സായിക്കൊണ്ടിരിക്കുന്ന ഈ വെള്ളത്തിന് ആരാണ് പൈസ? ഈ മെയിൻ്റെനൻസിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഞാനിവിടെ ഒരു ഇമേജ് കൊടുക്കുന്നുണ്ട്. ഈ ഇമേജിൽ കാണാം വാട്ടർ ലീക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന പ്ലേസ് മൂടി വെച്ചിരിക്കുകയാണ്. വാട്ടർ ലീക്കേജ് സ്റ്റാർട്ടാവുന്ന പ്ലേസ് മൂടി വെച്ചിരിക്കുകയാണ്. ആ മൂടി വെച്ചിട്ടുള്ള പ്ലേസ് എന്ന് പറയുന്നത് ഇരുമ്പിൻ്റെയാണ്. ആ ഇരുമ്പ് തുരുമ്പിച്ചിട്ടുണ്ട്. ഇത് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ഗവൺമെൻറ്റിന് കഴിയുന്നില്ല. ഓക്കെ, ഇത് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണ്ടേ, അത് കഴിയുന്നില്ല. ഇത് മെയിൻറ്റെയിൻ ചെയ്യാത്തടത്തോളം എന്താണ് ഉണ്ടാവുക? ഈ തുരുമ്പ് വർദ്ധിക്കുകയും ലീക്കേജ് കൂടുകയും വെള്ളം കൂടുതലായിട്ട് പാഴായി പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ലീക്കേജ് പരിഹരിക്കുന്നത് ആരുടെ ചുമതലയാണ്? ഗവൺമെൻറ്റിൻ്റെ ചുമതലയാണ്. നമ്മൾ 1916 വിളിച്ചിട്ട് നമ്മൾ പരാതി കൊടുത്തു കഴിഞ്ഞാൽ അതിന് പ്രോപ്പറായിട്ട് റെസ്പോൺസ് ചെയ്യാതിരിക്കുക എന്ന് പറയുന്നത്. വാട്ടർ അതോറിറ്റിയുടെ മിനിസ്റ്റർ എന്ന് പറയുന്നത് റോഷി അഗസ്റ്റിനാണ്. അദ്ദേഹത്തിന് കീഴ് വരുന്ന ഡിപ്പാർട്ട്മെൻറ്റുകൾ കറക്റ്റായിട്ട് ഓഡിറ്റിങ്ങിന് വിധേയമല്ലാത്തത് കൊണ്ട് തന്നെ അവരുടെ അലസത ഇതിൽ കാണാവുന്നതാണ്. ഇപ്പം ഞാൻ മാത്രം പ്രതികരിച്ചുകൊണ്ട് ഇതിൽ മാറ്റമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. ബാക്കിയുള്ളവരും ഇതിൽ പ്രതികരിക്കേണ്ടതുണ്ട്. എല്ലാവരും 1916 വിളിച്ച് ഇത് പരാതി ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഇതിനൊരു പരിഹാരം ഉണ്ടായിരിക്കും. ഈ ലൊക്കേഷൻ എന്ന് പറയുന്നത് തൃശ്ശൂർ റൗണ്ടിൽ കല്യാൺ സൂപ്പർ 99ൻ്റെ മുന്നിലാണ്. തൃശ്ശൂർ റൗണ്ടിൽ കല്യാൺ സൂപ്പർ 99ൻ്റെ മുന്നിലാണ്. അപ്പോൾ ഇത് പരിഹരിക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ തുടർച്ചയായിട്ട് അവർ വിളിച്ച് നമ്മൾ ഓഡിറ്റ് ചെയ്യണം. കാരണം അവരുടെ ലീഡേഴ്സ് എന്ന് പറയുന്നത് നമ്മളാണ്. നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് അവിടെ ഭരണപക്ഷത്തിരിക്കുന്നത്, അല്ലേ? അപ്പോൾ റോഷി അഗസ്റ്റിൻ്റെ കീഴിലുള്ള ഡിപ്പാർട്ട്മെൻറ്റ് കൂടുതൽ ആക്റ്റീവ് ആവാനായിട്ട് നമ്മൾ പ്രവർത്തന സജ്ജമാവണം. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ബൈ.